ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ, ആരെങ്കിലും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ. എന്ത് സന്തോഷമാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നൈൻ ഓഫ് വാട്ടറിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് ഫയർ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നീട് ഇത് ലവേഴ്സ് വന്നിരിക്കുന്നു, ഇത് ചാരിയറ്റ് വന്നിട്ടുണ്ട്, 10 ഓഫ് എർത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് ഫയറിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് ഫയർ എന്ന് എന്താണ്, ഫയർ വാൺസ് ആണ്. വാൺസ് ഫയർ സൈൻ, ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു പടയാളിയുടെ സ്ഥിരോത്സാഹമാണ് കാണുന്നത്. ഒരു പടയാളിയുടെ ആവേശമാണ്. ഒരു പടയാളി എന്ന് പറയുമ്പോൾ അറിയാവില്ല, നാടിനു വേണ്ടിയൊക്കെ നല്ലതുപോലെ ഉത്സാഹത്തോടു കൂടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പോൾ അവരുടെ ഒരു ആവേശം എന്ന് പറയുമ്പോൾ എന്താണ്, വളരെയധികം എനർജറ്റിക് ആണ്, വളരെയധികം ആക്റ്റീവാണ് ആ ഒരു വ്യക്തി എന്നാണ് കാണുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ പല കാര്യങ്ങളിലും ആക്റ്റീവ് ആകുന്നതാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നല്ലതുപോലെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറെടുത്തിരിക്കുന്നു നിങ്ങളിൽ പലരും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കും. ചിലപ്പോൾ ജോലി കാര്യങ്ങളിലാവും, ചിലപ്പോൾ ചില ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ചില അഡ്മിഷൻ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങൾ, ജോലി സംബന്ധമായ കാര്യങ്ങൾ, നിങ്ങൾക്ക് വല്ല പ്രൊമോഷനോ അല്ല എങ്കിൽ എവിടെയൊക്കെയെങ്കിലും സ്ഥലമാറ്റമോ ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാവാം ഇപ്പോൾ എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സ്വയം കോൺഫിഡൻ്റ് ആയില്ല എങ്കിൽ ആ ഒരു വ്യക്തിക്ക് എല്ലാ ഫീൽഡിലും എന്താണ്, തളർച്ചയാണ് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ തളർച്ച അല്ലെങ്കിൽ തകർച്ച, മനസ്സിലായി, പരാജയമാണ് അനുഭവപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്നിലും തളച്ചിടാൻ പാടില്ല. പരാജയം എന്നുള്ള ആ ഒരു ചിന്താഗതി പോലും, ആ ഒരു ഭീതി ഉണ്ടല്ലോ, അത് ഉള്ളിൽ അല്പം പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാൻ സാധിക്കും. എല്ലായ്പ്പോഴും എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് നിങ്ങളിന്ന് പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ എന്താണ്, കോൺഫിഡൻസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. നല്ലതുപോലെ ആത്മവിശ്വാസം ഉണ്ടാണ്. എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമുണ്ട്, അപ്പൊ ഞാൻ ഇതിൽ മുന്നോട്ട് കടന്നു വരും എന്നുള്ള ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് കാര്യത്തിലും മുൻപോട്ട് വരാൻ സാധിക്കും. മനസ്സിലായി, മറ്റുള്ളവർക്ക് നിങ്ങളൊരു വെളിച്ചമായി മാറാനും നിങ്ങളെ കൊണ്ട് കഴിയും. ഒരു മോട്ടിവേഷൻ ആകും മറ്റുള്ളവർക്ക് നിങ്ങളുടെ പ്രവർത്തികൾ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം പവർഫുൾ ആണ്. നിങ്ങൾക്ക് വളരെയധികം പവർഫുൾ ആകാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് ആക്റ്റീവ് ആകാൻ സാധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവാനുള്ള കഴിവുണ്ട്. മനസ്സിലായി, നിങ്ങൾ സ്വയം കോൺഫിഡൻ്റ് ആവുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിലായാലും വളരെയധികം ആവേശകരമായ എന്ത് കാര്യമുണ്ടെങ്കിലും കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങളിൽ ആവേശം ഉണ്ടാവുകയുള്ളൂ, അല്ലേ?
തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചു കിട്ടും എന്ന് നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആവേശവും ഉണ്ടാവും. ഇല്ല എങ്കിലോ നമ്മളുടെ മനസ്സിൽ എപ്പോഴും പേടിയാവും, എനിക്കത് സാധിക്കില്ല, എന്നെ കൊണ്ട് വയ്യ, എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം എന്നേക്കാൾ മിടുക്കരാണ്, എൻ്റെ കൂടെ വരുന്നവരെല്ലാം, അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ ജോലിയൊക്കെ എനിക്ക് നഷ്ടപ്പെടും എന്നൊക്കെയുള്ള മനസ്സിൽ വെറുതെ ഭീരുത്വം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ. അവിടെ നമുക്ക് ഒരു ആവേശം ഉണ്ടാകുന്നില്ല, അവിടെ പേടിയുടേതായ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പോവാൻ സാധിക്കുമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആവേശമുണ്ടാകുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു, വളരെയധികം പവർഫുള്ളായിട്ട് മറ്റുള്ളവരോട് പെരുമാറാനും സാധിക്കുന്നു. മനസ്സിലായോ? ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എത്രമാത്രം അപകടം പിടിച്ച സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു മേന്മയെന്ന് പറയുന്നത്. ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അപകടകരമായ പല കാര്യങ്ങളെയും മറികടക്കാൻ സാധിക്കുന്നു. അല്ലാതെ സ്വയം നിങ്ങളെ തന്നെ ഒരു ബന്ധനത്തിലാക്കി ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കി, അല്ല എങ്കിൽ സ്വയം ഞാനൊരു ഭീരുവാണ് എന്നുള്ള തോന്നലിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ അങ്ങനെ ഒതുക്കി വെക്കാൻ പാടില്ല. ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജീവിതം പരാജയമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വിധത്തിൽ നിങ്ങൾ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും നിങ്ങൾ ആക്റ്റീവായിരിക്കണം, പവർഫുൾ ആവാൻ ശ്രമിക്കണം. മനസ്സിലായോ? അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. കോൺഫിഡൻ്റ് ആവാൻ ശ്രമിക്കണം ഏത് കാര്യത്തിലായാലും. അല്ല, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ തന്നെ ചുരുക്കി കൂട്ടി വെക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല പവർഫുൾ ആവാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. എനിക്കിവിടെ ഇത് ലഭിക്കും, ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു, ഞാൻ യൂണിവേഴ്സിൻ്റെ സന്തതിയാണ്, എന്നോടൊപ്പം എല്ലാ കാര്യങ്ങളിലും യൂണിവേഴ്സ് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും പരാജയമൊക്കെ വരുന്നെങ്കിൽ അത് എൻ്റെ കർമ്മയുടെ ഭാഗമാകും. അതുകൊണ്ട് തന്നെ എനിക്കതിനെ മറികടക്കാൻ സാധിക്കും. മനസ്സിലായി? ഇപ്പോഴല്ലെങ്കിൽ നാളെ ഞാൻ മുന്നോട്ട് വരും, വരാതിരിക്കില്ല, വരിക തന്നെ ചെയ്യും. അതാണ് ഇവിടെ ചിന്തിക്കേണ്ടത് നിങ്ങൾ. മനസ്സിലായി? ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് എന്താണ്? റിലേഷൻഷിപ്പ് ഇമോഷൻസ് ആണ്. ഇവിടെ ദ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്, റിലേഷൻഷിപ്പിന്റെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? കാണാതിരുന്ന് കണ്ടുമുട്ടുന്ന രണ്ട് വ്യക്തികൾ വീണ്ടും ഒന്നിച്ചൊരു ലൈഫിലേക്ക് പോവുകയാണ്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പണ്ടെങ്ങോ ചെയ്ത കർമ്മയുടെ ഫലമായിട്ട് അവിടെ അക്കൗണ്ട് ക്ലിയർ ആക്കാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടി ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? എവിടെയൊക്കെ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടുന്നു, അപ്പോഴാണ് വിചാരിക്കുന്നത് അയ്യോ എവിടെയോ നല്ല പരിചയമുള്ള വ്യക്തി, അങ്ങനെ നിങ്ങൾ പരിചയപ്പെടാൻ തുടങ്ങുന്നു. അവിടെ നിന്നും വീണ്ടും ഒരു നല്ല ലൈഫിലേക്ക് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യാം, അതുപോലെ തന്നെ ഒരു സോൾമേറ്റ് കണക്ഷനും നിങ്ങൾക്ക് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ തന്നെ ജീവിതത്തിൽ കുറേയൊക്കെ സമാനതകളോട് കൂടിയ സ്വഭാവമായിരിക്കാം രണ്ടുപേർക്കും ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒന്ന് വഴക്കിട്ട് പിണങ്ങിയാൽ പോലും വീണ്ടും അടുത്തു ചേരുന്ന എനർജിയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആയാൽ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാം. പരസ്പരം അറിഞ്ഞ് കണ്ടും കേട്ടും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് സത്യസന്ധമായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ പിണങ്ങിയിരിക്കുന്നവർ തമ്മിൽ വീണ്ടും അടുത്തു കൂടുന്നതുമാകാം. ഇവിടെ പറയുന്ന അടുത്തായിട്ട് ചാരിയട്ടാണ്. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലായാലും ഇപ്പൊ ഇവിടെ സക്സസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അത് എന്തുകൊണ്ട് ഈ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിൽ പവർ കൊണ്ടാണ്. നമ്മൾ എപ്പോഴും ഇവിടെ നമ്മൾ പറഞ്ഞു കോൺഫിഡൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു വിൽ പവർ ആയിട്ട് മാറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ടാവണം. അത് നിങ്ങൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം. അതുമല്ല എങ്കിൽ നിങ്ങൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച വരുന്നതുമാകാം. അല്ലെങ്കിൽ യാത്രകൾ ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യാത്രകളിൽ എന്താണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ഒരു യാത്ര കൊണ്ട് നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് സഫലമായി വരുന്നതും ആവാം. അതുപോലെ ആരോടായാലും നിങ്ങൾക്ക് ഒരേപോലെ നെഗറ്റീവായാലും പോസിറ്റീവായാലും കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് സഹകരിച്ചു പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാകുന്നു. കാരണം നിങ്ങൾ നല്ല ദൈവവിശ്വാസമുള്ളവരാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകുന്നു നിങ്ങൾക്ക്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ യൂണിവേഴ്സിൽ നല്ലതുപോലെ വിശ്വാസം അർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇവിടെയോ, ഇവിടെ 10 ഓഫ് എർത്തിന്റെ എനർജിയാണ്, ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എനർജിയാണല്ലോ അല്ലെ. അവിടെ ഐശ്വര്യം 10 ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? 10 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി. പെൻഡക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെറിയ ലോട്ടറികളൊക്കെ അടിക്കാനുള്ള സാധ്യത, എവിടെ നിന്നെങ്കിലും സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത, അതുവഴി നിങ്ങൾക്ക് നിങ്ങളോട് മുൻപേ പിണങ്ങി പോയിരുന്നവരൊക്കെ അടുത്തുകൂടാനുള്ള സാധ്യത. മനസ്സിലായോ? നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഐശ്വര്യം വർദ്ധിച്ചു വരുമ്പോൾ അതിനോടൊപ്പം പങ്കുചേരാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ പിണങ്ങിയിരുന്നവരൊക്കെ ആ പിണക്കമൊക്കെ മാറ്റി നിങ്ങളോട് കൂടെ ചേരും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ ബന്ധങ്ങളിലായാലും നിങ്ങളുടെ ഫാമിലിയിലായാലും ഒരുപാട് സന്തോഷവും സമാധാനവും നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു സംരക്ഷണം ലഭിക്കും മറ്റുള്ളവരിൽ നിന്ന്. മനസ്സിലായി? സാമ്പത്തികം ഉണ്ടെങ്കിൽ എന്താണ്? മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുന്നു, അവരുടെ പ്രൊട്ടക്ഷനും നമുക്ക് ലഭിക്കും. അപ്പൊ അത്രമാത്രം എനർജിയാണ് പെൻഡക്കിളിനുള്ളത്, സാമ്പത്തികത്തിനുള്ളത്. അപ്പോൾ ഇവിടെ നിറഞ്ഞ സാമ്പത്തികമായ അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് ഇവിടെ. നിറഞ്ഞ സമ്പത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് ഇന്ന് വരാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള പൈസ കിട്ടാം, അതുമല്ല എങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ തന്ന് സഹായിക്കാം, അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലൂടെയെങ്കിലും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഐശ്വര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ല? ദ വേൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ സെലിബ്രേഷൻ ആണ്, കണ്ടില്ലേ? കംപ്ലീഷൻ. ഒരു കാര്യം ഇവിടെ നിങ്ങൾ എൻഡ് ആക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കിത് ആവശ്യമില്ല, പുതുവർഷമൊക്കെ വരാറായി, ഇനി എനിക്കിത് ആവശ്യമില്ല, ഞാൻ ഇതിനെ ഉപേക്ഷിക്കുന്നു. ചില ബന്ധങ്ങളെ ആവാം, ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളെ ആവാം, ചിലപ്പോൾ ശമ്പളമൊക്കെ കുറഞ്ഞു കിട്ടുന്ന ചില ജോലികളുണ്ടാവാം. അവിടെ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിതരായിട്ടുണ്ടാവണം. അവിടെ വളരെ ബുദ്ധിമുട്ടിയായിരിക്കണം നിങ്ങൾ അവിടെ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണ് ഇനി ഞാൻ അതിൽ നിന്ന് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, അതിൽ നിങ്ങൾക്കൊരു മാനസികമായ സന്തോഷമില്ല, അതുകൊണ്ട് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഈ ബന്ധത്തിൽ ഇനി എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇതിനെ എൻഡ് ആക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ആ ഒരു തോട്ട്സ് എപ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എൻഡാക്കുന്നു, എന്നിട്ട് നിങ്ങൾ പുതിയ ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ഒന്ന് കംപ്ലീഷൻ നടക്കുന്നു, ഒന്ന് നിങ്ങൾക്ക് മറ്റൊന്നിലേക്ക് സെലിബ്രേറ്റ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ എൻഡില് നിങ്ങൾ മറ്റൊന്ന് സ്റ്റാർട്ടാകുകയാണ്. അവിടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നെഗറ്റീവ് എനർജി ഒക്കെ നിങ്ങൾ കളഞ്ഞു. അപ്പോൾ പുതിയതായിട്ട് വരുന്ന സന്തോഷങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുന്തോറും നിങ്ങളോടൊപ്പമുള്ളവർക്ക് നിങ്ങൾക്കും ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു. സമ്പൂർണതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയും ഇവിടെ വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. റിലീസാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇവിടെയും അത് തന്നെയാണ്. റിലീസ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും മാറ്റം വരികയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഒരുപാട് മാറ്റം വരികയാണ്. വേണ്ടാത്തതിനെയൊക്കെ കളഞ്ഞു, ഇവിടെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നു. മനസ്സിലായി? ഇവിടെ നമ്മൾ എൻഡാക്കുന്നു, എൻഡാക്കിയിട്ട് നമ്മൾ പുതിയൊരു സൈക്കിളിലേക്ക് സ്റ്റാർട്ടാവാൻ തുടങ്ങുന്നു. അവിടെ ആഗ്രഹങ്ങൾ സഫലമായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയോ, ഇവിടെ ഒരു മാറ്റം തന്നെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത്. അതിനായിട്ട് നിങ്ങൾക്ക് ദൈവികമായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ദൈവ അനുഗ്രഹം വരുന്നുണ്ട് നിങ്ങളിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ സമയമാണെന്ന് തന്നെയാണ്. അഥവാ സന്തോഷമല്ല, നിങ്ങളൊരു പരിവർത്തനത്തിലൂടെ വരികയാണ്. അപ്പോൾ ഈ ഒരു പരിവർത്തനത്തിനായിട്ട് നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ആക്കി പിന്നെ നിങ്ങൾ ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഫ്രീഡം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്?
ജീവിതത്തിൽ ഫലം എന്താണ്? ജയിലിൽ കിടക്കുന്ന ഒരു തടവ് പുള്ളിയുടെ അനുഭവം അല്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് സന്തോഷങ്ങളിലോ സുഖങ്ങളിലോ അനുഭവിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി പുറപ്പെടാനോ സാധിക്കുമോ? ഇല്ല, ഒന്നിലും നിങ്ങൾക്ക് മനസ്സ് വരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു പരിവർത്തനത്തോടുകൂടി. പഴയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ നിങ്ങൾ മാറ്റം വരുത്തുകയാണ് ഇവിടെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് വരാൻ പലർക്കും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുമല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ വേണ്ടതുപോലെ അതിലേക്ക് പ്രവർത്തിക്കാൻ പുറപ്പെടുന്നു, അല്ലെങ്കിൽ അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു തയ്യാറെടുപ്പെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഫ്രീഡത്തിലേക്കും ഉള്ള വരവാണ്. ഫ്രീഡം അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ 8 ഓഫ് എയർ ആണ്, 8 ഓഫ് സോഡിന്റെ എനർജിയാണ്. അപ്പോൾ സോഡ് എന്ന് പറയുന്നത് എന്താണ്? സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇനി ഇവിടെ ഫ്രീഡം കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞതല്ല. ഇവിടെ ചിലരൊക്കെ എന്താണ്, ഉണ്ടായിരുന്ന ഫ്രീഡത്തെ എല്ലാം ഇവിടെ കെട്ടി ബന്ധനത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഫ്രീഡം ഉണ്ടായിരുന്നു, പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങിയിട്ട് ഒരു വലിയൊരു ബന്ധനത്തിലാണ്ടിരിക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായത്? സ്വയം സംശയമാണ്. എനിക്കത് പറ്റില്ല, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, കാരണം എന്നിൽ കഴിവുകളൊന്നുമില്ല, ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് എനിക്ക് അനുസരിച്ചേ പറ്റൂ, എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റ് കഴിവുകളൊന്നുമില്ല, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ സ്വയം തീരുമാനമെടുക്കുന്നത്? മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ട് ഇവിടെ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കാം, അങ്ങനെ തോന്നുന്ന ചില ആൾക്കാരുടെ എനർജിയാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ടവരല്ല. നിങ്ങളെല്ലാം യൂണിവേഴ്സിന്റെ സന്തതികളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീഡമാണ് വേണ്ടത്. നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. നിങ്ങളുടേതായ ആഗ്രഹങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരണം. നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഈ ഹാപ്പിനെസ് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന ചട്ടക്കൂട്ടിനുള്ളിൽ കഴിയാനുള്ളവരല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബന്ധനത്തിലാണ്ട് വല്ലാതെ മനസ്സ് വിഷമിച്ച് കഴിയേണ്ട ആൾക്കാരല്ല. ഇനി അതും പോരാഞ്ഞ് സ്വയം ഒരു ബന്ധനം കൂടെ നിങ്ങൾ തീർത്ത് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണമെങ്കിൽ, എന്നിട്ടോ നിങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെടാതെ ആ ഒരു ബന്ധനത്തിൽ തന്നെ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അങ്ങനെ വേണ്ട. മറ്റുള്ളവർ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം അനുസരിച്ച് അവരുടെ അടിമയായി കഴിയേണ്ട യാതൊരു കാര്യവും ഇല്ല. ടോക്സിക് ആയിട്ടുള്ള എനർജീസിനെ നിങ്ങൾ വഹിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കെട്ട് പൊട്ടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. ആരും നിങ്ങളെ തടയാനില്ല. മനസ്സിലായോ? ഈ ഒരു അവസ്ഥയിലേ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് എന്ത് കാര്യത്തിനായാലും നിങ്ങളെ കുറ്റപ്പെടുത്തി ബാക്കിയുള്ളവർ സംസാരിക്കും. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ എപ്പോഴും ചില ഫാമിലിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ പുറത്തേക്ക് എല്ലാം കൂടെ അങ്ങ് ഇടും. അപ്പോൾ എല്ലാ തെറ്റുകളും നിങ്ങൾ ഏറ്റെടുത്ത് മറ്റുള്ളവരെ നല്ലവരാക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാവുന്നതാണ്. നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വരണം. മനസ്സിലായോ? കഴിയും നിങ്ങളെ കൊണ്ട്. ഇത്തരത്തിലുള്ള കെട്ടുപാടിൽ നിന്നും നിങ്ങൾക്ക് മുക്തരാവാൻ സാധിക്കും. നിങ്ങളെ തന്നെ സ്വയം ബന്ധിച്ചു വെച്ചിരിക്കുന്നു. മനസ്സിലായോ? എനിക്ക് പറ്റില്ല, ഇതെനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് വയ്യ, ഇങ്ങനെയല്ല ചിന്തിക്കേണ്ട. ഇതെനിക്ക് സാധിക്കും, എനിക്കും സന്തോഷം അനുഭവിക്കണം, എനിക്കും ഒരു ഹാപ്പിനെസ്സിലേക്ക് വരണം എന്നുള്ള രീതിയിൽ നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ മേലൊരു ഭരണം ഏർപ്പെടുത്തുകയില്ല. മറ്റുള്ളവരുടെ ഭരണത്തിന് അടിമപ്പെടുകയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ ഫ്രീ ആവൂ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ്. ഇവിടെ നിങ്ങളിലേക്ക് ആരോ അവസരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. കണ്ടില്ലേ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻട്യൂഷൻ ലഭിക്കുന്ന ഒരു സമയം.
നിങ്ങൾ കൂടുതൽ ഇൻറ്റ്യൂട്ടീവ് ആകുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഈ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് വളരെ നല്ല എനർജിയിലേക്ക് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസിന് വേണ്ടി നിങ്ങൾ വേണ്ടത് ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ തരമല്ലേ, പല വിധത്തിലല്ലേ ആൾക്കാർ. നിങ്ങളിത് കാണുന്നവരെല്ലാവരുടെയും സ്വഭാവം ഒന്നല്ലല്ലോ. അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്താണ് ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇൻഡ്യൂഷൻ വർദ്ധിച്ചിട്ട് നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന എനർജി ഉണ്ട്. മറ്റുള്ളവരുടെ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. ഇതുവരെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചില കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധ്യമായിരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പല വിധത്തിലുള്ള അവസരങ്ങളും വരുന്നുണ്ട്. ചിലപ്പോൾ ജോലിക്കാര്യങ്ങളിലാവാം, അതുമല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിലുമാവാം. പല വിധത്തിലുമുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ഇനി അഥവാ ആർക്കെങ്കിലും നിങ്ങളോട് ഇഷ്ടമാണെങ്കിൽ, ഇവിടെ കപ്പിന്റെ എനർജി അല്ലേ, കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പൊ അങ്ങനെ ഒരു കപ്പ് എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്താണ്, ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഇതുവരെയും തുറന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. ഇതുവരെ അത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇനി അത് പറയാൻ തുടങ്ങുന്നു. മനസ്സിന്റെ ആഗ്രഹമാണ് ഇവിടെ, കണ്ടില്ലേ, കപ്പിനുള്ളിലെ മത്സ്യം. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിന്ന് ഇതിങ്ങനെ തിളച്ചു പൊന്തുകയാണ് മുകളിലോട്ട്. നിങ്ങളുടെ ആഗ്രഹം കുതിച്ചു പൊങ്ങുന്നു. കാരണം അത് പറയാനുള്ള ആ ഒരു വെമ്പലാണ്. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് ആകുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത്. നിങ്ങളിലേക്ക് പല അവസരങ്ങളും പല കാര്യങ്ങളിലും പല സന്തോഷങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് 2-3 ഒറാക്കിൾ കാർഡ്സ് കൂടെ നോക്കാവേ. ഇവിടെ വന്നിരിക്കുന്നത് ലെറ്റിംഗ് ഗോയാണ്. ലെറ്റിംഗ് ഗോ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെയൊക്കെ ഉപേക്ഷിക്കാവുന്നതാണ്. മനസ്സിലായി? ഇവിടെ ചേമ്പലയിലെ വെള്ളം പോലെ, ജലത്തുള്ളി പോലെ പറ്റിപ്പിടിക്കാതെ ഇരിക്കണം ബന്ധങ്ങൾ. ഏത് കാര്യമായാലും ഇവിടെ പറ്റിപ്പിടിക്കൽ വേണ്ട. ഒരുപാട് അങ്ങ് അറ്റാച്ച്മെന്റിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, സമാധാനം കിട്ടാത്ത ജീവിതമാവും. അല്ല, തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒട്ടൊന്ന് അകന്നു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലെറ്റ് ഗോ ചെയ്യാൻ കഴിയും. മനസ്സിലായി? വേണ്ടെന്ന് വെക്കാൻ സാധിക്കും ചില ബന്ധങ്ങളെ വേണ്ടെന്ന് വെക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? കൂടുതലൊരു അറ്റാച്ച്മെന്റിലേക്ക് പോകാത്തത് കൊണ്ട് ചില ബന്ധങ്ങളെ വേണ്ടെന്ന് വെക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് വലിയ വിഷമം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ചേമ്പിലയിലെ വെള്ളം പോലെ ആവണം ബന്ധങ്ങൾ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതിങ്ങനെ ഉരുണ്ടുരുണ്ട് കിടക്കും, ചെമ്പിലയിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല. അപ്പോഴെന്താണ്, അപ്പൊ നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാം. ലെറ്റ് ഗോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലെറ്റ് ഗോ ചെയ്ത് ഒരുപാട് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരേണ്ടതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നോളും. ഡിവൈനിലുള്ള സമർപ്പണമാണ് ലെറ്റിംഗ് ഗോ എന്ന് പറയുമ്പോൾ. എന്താണ് അത്? ഡിവൈനിലുള്ള ഒരു സമർപ്പണമാണ്. പലരോട് റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ബന്ധത്തെ എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം എനിക്കിത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു എനർജിയാണിത്. അപ്പം ഞാനിത് ഡിവൈനിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അനങ്ങാതിരിക്കുകയാണ് വേണ്ടത്. നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ ഓർക്കുകയേ ചെയ്യാൻ പാടില്ല. മനസ്സിലായി? അല്ലാതെ ലെറ്റ് ഗോ ചെയ്തിട്ട് വീണ്ടും അത് വരുമെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുപോലെ ഏത് കാര്യമായാലും ചിലപ്പോൾ ചില സാമ്പത്തിക കാര്യങ്ങളാണോ, നമുക്കത് കിട്ടത്തില്ല, വേണ്ട, ദൈവം തീരുമാനിച്ചോട്ടെ, ഇനി എൻ്റെ കാര്യം, എനിക്ക് ഇനി അതിലൊന്നും ഇടപെടാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വേറെ ഏതൊരു കാര്യമായാലും നമ്മൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാലുണ്ടല്ല, ഇത് നമ്മളിലേക്ക് വരേണ്ടതാണെങ്കിൽ നമ്മൾ ഓർക്കാപ്പുറത്തായിരിക്കും, അവിചാരിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നമ്മളിലേക്ക് ആ എനർജി വന്നോളും. മനസ്സിലായി? അപ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കത്തിനുള്ള കാര്യമാണ്. ജീവിതത്തിൽ നിങ്ങൾ ഒരു പുതിയ തുടക്കം കൊണ്ടുവരുന്നു. അത്
അതെന്താണ്? ദൈവികമായ എനർജിയിലൂടെ മുന്നോട്ട് പോകണം, യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ കോംപ്രമൈസ് ചെയ്തു പോവുക. പിരിഞ്ഞിരിക്കുന്നവരൊക്കെ വീണ്ടും ഒന്ന് ചെയ്യരുത് എനർജി. ചില ജോലിക്കാര്യങ്ങളിലായാലും ഒരു പങ്കാളി, ചിലപ്പോൾ ഒരു പാർട്ട്ണറുടെ അഭാവം ഉണ്ട് നിങ്ങൾക്കെങ്കിൽ, അഥവാ നിങ്ങളോട് കൂടെ ചേർന്നിരുന്ന നല്ല പാർട്ട്ണർ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരും. അത് റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും. ഇവിടെ ഒരു റീബർത്ത്, പുതിയ തുടക്കം നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു. ഇവിടെ അത് തന്നെയാണ്, പുതിയ തുടക്കത്തിന്റെ എനർജിയാണ്. അപ്പോൾ പുതിയ ചില തീരുമാനങ്ങൾ, പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഇതിൽ നിന്നുമുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മനസ്സിലായി. ചിലപ്പോൾ ഒരുപാട് പേര് മറന്നു പോകുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാനത് പറഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ആൾക്കാർ ലൈക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്, അറിയിക്കാവുന്നതാണ്. ഞാൻ എല്ലാവരുടെയും കമൻറ്റ് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.